ഹായ് ഡിയേഴ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് യേസുക്കുട്ടനെ ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും യേസുവും മാത്രമേ ഉള്ളൂ ഇന്ന്. അതുകൊണ്ട് തന്നെ അവൻ എഴുന്നേൽക്കും മുമ്പ് കുറച്ച് ജോലികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ മുടിയൊക്കെ ഒതുക്കി കെട്ടി വെക്കുവാണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ പെരയുടെ അകമൊക്കെ വൃത്തിയായിട്ട് തൂക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ യേസുക്കുട്ടൻ്റെ കുറേ ടോയ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടുക്കി വെക്കുമായിരുന്നു കേട്ടോ. അവനൊരു വലിയ ജീപ്പുണ്ട് കേട്ടോ. അവൻ്റെ പപ്പ അവൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിന് തന്നെ വേണം നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലം. അപ്പോൾ അതൊക്കെ ഞാൻ സിറ്റ് ഔട്ടിലേക്ക് എടുത്ത് മാറ്റി വെക്കുവാണ്. പിന്നെ കുറച്ച് തുണികളൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനത് ടെറസിൻ്റെ മേളിൽ കൊണ്ട് വിരിക്കുകയാണേ. നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് കുറേ ദിവസമായി. അപ്പം തന്നെ ഫ്രിഡ്ജിൻ്റെ കോലം ഇതാണ്. അപ്പം ഞാൻ ഓർത്ത് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്യുന്നതാണ്. ഇപ്പം കുറേ ആയി ക്ലീൻ ചെയ്തിട്ട്. അപ്പം ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുവാണേ. അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനൊരു കുക്കുംബറും ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ട് ജസ്റ്റ് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കാമെന്ന് ഓർത്ത് കേട്ടോ. അപ്പം ഞാൻ ആസ്വദിച്ചിരുന്ന് അതൊക്കെ കഴിക്കുവാണേ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇസുക്കുട്ടനെ നോക്കുന്നുണ്ട് കേട്ടോ. അവൻ നല്ല ഉറക്കത്തിലാണേ. പിന്നെ ഞാൻ നമ്മുടെ റൂമിൽ ചെയ്ത കുറച്ച് അലങ്കോലപ്പണികളാണേ. എനിക്കിങ്ങനെ റൂം ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നേ. പിന്നെ ഞാൻ ഓർത്തു കോവയ്ക്ക മെഴുക്ക് പുരട്ടാന്ന്. നമുക്ക് കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും കൂടെ കൂട്ടി കഴിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണേ. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് വന്ന് കിടക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.